നമസ്കാരം. പ്രശസ്ത എഴുത്തുകാരനും കലാകാരനുമായ ശരവൺ മഹേശ്വർ സാറിനെക്കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ന് അദ്ദേഹത്തിന് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയതിൽ വളരെയധികം സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. സാറിന്റെ ശങ്കജം എന്ന നോവലും 101 കവിതാ സമാഹാരങ്ങളും ഞങ്ങളുടെ സ്പാർക്ക് മീഡിയയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഇന്ന് സാറിനും അതിലുപരി ഒരുപാട് വലിയ ഒരു റെക്കോർഡ്സ് കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് സാറിന്റെ വാക്കുകൾ കേൾക്കാം. നമസ്കാരം. എൻ്റെ സാഹിത്യ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്നൊരു നല്ലൊരു അവാർഡാണിത്. cyberwit.net പ്രസിദ്ധീകരിച്ച എൻ്റെ 17 പുസ്തകങ്ങൾ ഒരു ദിവസം തന്നെ ഓൺലൈനിൽ എത്തിയിട്ടുണ്ടായി. പക്ഷേ അതിൻ്റെ പുസ്തകങ്ങൾ ഡൽഹിയിൽ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രിയെ കൊണ്ട് പ്രകാശനം ചെയ്യിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അത് പബ്ലിക്കായിട്ട് റിലീസ് ചെയ്യാൻ സാധിച്ചില്ല. എങ്കിലും അതിനുവേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടന്നു. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട് അതിലും അപ്ലൈ ഒക്കെ ചെയ്തിരുന്നു. ഒരു എഴുത്തുകാരൻ്റെ ഇത്രയും പുസ്തകം ഒരുമിച്ച് പബ്ലിഷ് ചെയ്യുക, ഒരു ദിവസം റിലീസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് എഴുത്തുകാർ ഈ ലോകത്ത് നിറഞ്ഞു തുളുമ്പുമ്പോൾ നമ്മുടേതായിട്ടുള്ള ചെറിയ എഴുത്തുകൾ മറ്റുള്ളവർ അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ശങ്കജം എന്ന പ്രവാസ ജീവിതത്തെക്കുറിച്ചുള്ള നോവൽ, ആത്മനൊമ്പരങ്ങൾ അഗ്നിയിൽ ആവാഹിച്ച 9 വർഷങ്ങൾ എന്നുള്ള എൻ്റെ ആത്മകഥ 1-ാം ഭാഗം, പിന്നെ നിരവധി കവിതാ സമാഹാരങ്ങൾ, നാടകം, കത്തുകളുടെ സമാഹാരം, പിന്നെ സിനിമയെക്കുറിച്ചിട്ടുള്ള സിനിമാനുഭവങ്ങൾ, അങ്ങനെ 17ഓളം പുസ്തകങ്ങൾ ഒരുമിച്ച് ഓൺലൈനിലൂടെ റിലീസ് ചെയ്യുകയുണ്ടായി. ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങി 15ഓളം ഓൺലൈനുകളിൽ ഈ പുസ്തകങ്ങൾ ഇപ്പോഴും ലഭ്യമാണ്. ലോകോത്തര നിലവാരമുള്ള പബ്ലിഷറായ ഏകദേശം 40,000 പുസ്തകങ്ങളോളം വിവിധ ഭാഷകളിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള cyberwit.net എന്നുള്ള ഉത്തർപ്രദേശിൽ നിന്നുള്ള പബ്ലിഷറാണ് എൻ്റെ ഈ 17 പുസ്തകങ്ങളും റിലീസ് ചെയ്തത്. അതിൻ്റെ കവറുകളെല്ലാം പ്രസിദ്ധപ്പെടുത്തിയത് വിശ്വം വരാന്തരപ്പള്ളി എന്നുള്ള കലാകാരനാണ്. അദ്ദേഹമാണിപ്പോൾ ഞാൻ സംവിധാനം ചെയ്യുന്ന ഹ്രസ്വചിത്രമായ കറുത്ത മാംസം എന്ന ചിത്രത്തിലെ നായകൻ. ഇതുവരെ ഏകദേശം 58ഓളം പുസ്തകങ്ങൾ എഴുതി, 23ഓളം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരണത്തിൻ്റെ വിവിധ മേഖലയിലാണ്. കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ കവിതാ സമാഹാരത്തിന് ശ്രീ മധു സോമനും ശ്രീ മുഹമ്മദ് സയ്യിദ് ഭണ്ഡാരത്തിലും അതിന് ആമുഖവും അവതാരികയും എഴുതുന്നു. പുസ്തകം പ്രസിദ്ധീകരണത്തിൻ്റെ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ വിവിധ സ്റ്റേജുകളിലാണ്. അതേക്കുറിച്ചൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ പറയാം. 35 വർഷത്തെ സാഹിത്യ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ അംഗീകാരം, ഏഷ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റും മെഡലും അവരുടെ ഫലകവുമൊക്കെയായി ഇന്ന് ലഭിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ആ സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. കുറേയൊക്കെ അവാർഡുകളൊക്കെ കിട്ടി, എഴുത്തിൻ്റെ മേഖലയിൽ മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചില സന്തോഷ നിമിഷങ്ങളാണ്. സ്പാർക്ക് മീഡിയയിലൂടെയാണ് കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരം 101 എപ്പിസോഡുകളായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇന്നും എഴുത്തിൻ്റെയും
കൊച്ചു കൊച്ചു സിനിമകളുടെയും അങ്ങനെ കർമ്മനിരതമായ ഒരു ലോകത്ത് ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ ഇതുപോലെയുള്ള അംഗീകാരങ്ങൾ നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷം തരും എന്നുള്ളതിൽ സംശയമില്ല. ആര് എങ്ങനെ ചിന്തിക്കുന്നു എന്നതിലല്ല കാര്യം. ചെറിയ സന്തോഷം നൈമിഷികമാണെങ്കിലും നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ ഒരു വലിയ കാര്യം തന്നെയാണ്. നോവലും കഥയും ചെറുകഥയും കവിതകളും അങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യാപരിക്കാനും അതുമായി മുന്നോട്ട് പോകാനും ഒക്കെ ഈ അംഗീകാരങ്ങൾ നമ്മുടെ മനസ്സിനെ സന്തോഷപ്പെടുത്തും എന്ന് തന്നെയാണ് വിശ്വാസം. ആര് എങ്ങനെ പറഞ്ഞാലും ആര് ഏത് രീതിയിൽ വിമർശിച്ചാലും വിമർശനം വളർച്ചയുടെ മുന്നോട്ടുള്ള പോക്കിന് വളരെ ഗുണകരമാണ് എന്ന് എൻ്റെ പക്ഷം. ഇത്തരത്തിലൊരു അംഗീകാരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ സന്തോഷം ഞാൻ നിങ്ങളോടും പങ്കുവച്ചു എന്ന് മാത്രം. അതോടൊപ്പം തന്നെ സ്പാർക്ക് മീഡിയ എന്ന ചാനലും അതിൻ്റെ CEO ശ്രീ ജാജയും എൻ്റെ സാഹിത്യ വളർച്ചയ്ക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ്. അപ്പോൾ ഈ അവാർഡ് വിവരവും മറ്റു കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞതിലും ഇതേക്കുറിച്ച് പറയാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.